കോതമംഗലം സൗത്ത് സെന്റ് ജോൺ മരിയ വിയാനി ദേവാലയത്തിൽ ആഘോഷിച്ചു വന്ന തിരുനാളാഘോഷങ്ങൾ സമാപിച്ചു. രാവിലെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനെ വികാരിയും പ്രസിഡന്റുമാരും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊന്തിപ്പിക്കൽ ദീപബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികനായി. വികാരിമാരുടെ മാത്രമല്ല ഓരോ ഇടവകയുടെയും തന്നെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മേരി വിയാനി. നമ്മൾ സംയുക്തമായിട്ട് വിയാനി പുണ്യവാൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ഈ വിശുദ്ധരിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, അദ്ദേഹം വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനോ ബിഷപ്പോ അല്ലെങ്കിൽ അധികാരമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷേ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഒരു വൈദികൻ. അദ്ദേഹത്തിന് തൻ്റെ ജീവിതം കൊണ്ട് വലിയൊരു പുണ്യവാനായി തീരുവാനായിട്ട് സാധിച്ചു. 2 കർമ്മങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്: സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വിശുദ്ധ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മളായിരിക്കുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹപ്രദങ്ങളായ സ്ഥലങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ആയതിനാൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദീപബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. ഫാദർ തോമസ് കോളരിക്കൽ, ഫാദർ ജേക്കബ് പ്രജോഷ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. പ്രസിഡന്റുമാരും കുടുംബാംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി.
ഫാദർ തോമസ് കോളരിക്കൽ നന്ദി അറിയിച്ചു. പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അത് എഴുതിയിടുകയും വരാമെന്ന് പറയുകയും ചെയ്തു. ഒത്തിരിയേറെ തിരക്കായിരുന്നു പിതാവിന്. പിതാവ് ഇവിടെ എത്തിയിരിക്കുന്നത് ജർമ്മനി വഴിയാണ്. അതായത് 18-ാം തീയതി ജർമ്മനിയിൽ പോയി, 2-ാം തീയതി തിരിച്ചെത്തി. അതുപോലെ 4-ാം തീയതി ബിഷപ്സ്മാരുടെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിന് പോയിട്ട് ഇന്നലെ വൈകുന്നേരം തിരിച്ചെത്തി. ഇന്ന് രാവിലെ ഈ ബലിയർപ്പണത്തിനായി നമ്മുടെ അടുത്ത പിതാവ് വന്നിരിക്കുകയാണ്. ഈ ഇടവകയെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷയാണ് പിതാവിനുള്ളത്. ചെറിയ അജഗണമേ ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഭയപ്പെടേണ്ട, കൂടുതൽ വിശ്വസിക്കുക, തീഷ്ണതയോടെ പ്രവർത്തിക്കുക, ജീവിക്കുക. തുടർന്ന് അലങ്കരിച്ച വാഹനത്തിൽ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണവും നടന്നു. CJ Joy, City Voice News Bureau, North Parur.